നിലമ്പൂരിൽ വോട്ട് തേടി സ്ഥാനാർത്ഥികൾ UDF LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണം പോത്തുങ്കൽ പഞ്ചായത്തിലും NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണം നിലമ്പൂർ നഗരത്തിലും തുടരുകയാണ്. അതിനിടെ PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ഇനി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. വിവരങ്ങളുമായി വർഷ ഗിരീഷ് ചേരുകയാണ്. വർഷ, നിലമ്പൂരിൽ ഈ പറഞ്ഞതുപോലെ പ്രചരണം പൊടിപാറുകയാണ്. അതായത് വലിയൊരു ആവേശം തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനിടയിലാണ് ഈ അൻവറിന് നാമനിർദ്ദേശ പത്രിക സംബന്ധിച്ചുള്ളൊരു സാങ്കേതിക പ്രശ്നമുണ്ടാകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്രമായി മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം, അൻവറിന്റെ ആശയക്കുഴപ്പം അത് തീർന്നിട്ടുണ്ടോ? അതേ ശ്രീജ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിസന്ധിയായിരുന്നത് മറ്റ് മുന്നണികൾക്കെല്ലാം അൻവർ ആയിരുന്നു. എന്നാൽ അൻവറിനാണ് ഇപ്പോൾ പ്രതിസന്ധിയായിരിക്കുന്നത്. അൻവർ തൃണമൂൽ സ്ഥാനാർത്ഥിയായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുന്നത്. പകരം അദ്ദേഹത്തിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്. അതേസമയം തൃണമൂൽ സ്ഥാനാർത്ഥിയായുള്ള അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുകയാണ്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാൾ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് കേരളത്തിൽ മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടി, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നാമനിർദ്ദേശ പത്രിക തള്ളിയത് എന്നുള്ളതാണ് അൻവറും നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കാര്യം അറിയാമായിരുന്നു, ഇങ്ങനൊരു പ്രശ്നമുള്ള കാര്യം അറിയാമായിരുന്നു, പക്ഷേ അത് പരിഹരിക്കാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ള കാര്യമാണ് അൻവർ മുന്നോട്ട് വെക്കുന്നത്. അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള കാര്യം കൂടെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മറ്റ് മുന്നണികളെല്ലാം ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. LDF UDF മുന്നണികളുടെ പ്രചരണം നടക്കുന്നത് ഇന്ന് പോത്തുങ്കൽ പഞ്ചായത്തിലാണ്. പോത്തുങ്കൽ പഞ്ചായത്തിലെ മുണ്ടേരിയിലായിരുന്നു UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ പ്രചരണ പരിപാടി തുടങ്ങിയത്. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അബ്ബാസ് അലി തങ്ങളാണ് ആ ഒരു പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് അദ്ദേഹം പഞ്ചായത്തിൽ മൊത്തം പര്യടനം തുടരുകയാണ്. അതേസമയം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജിന്റെ പര്യടനം നിലമ്പൂർ നഗരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം രാവിലെ നിലമ്പൂർ കോവിലകത്ത് നിന്നുമാണ് പ്രചരണ പരിപാടി ആരംഭിച്ചത്. ഈ അൻവർ ഇപ്പോൾ പ്രതിസന്ധിയിൽ തുടരുമ്പോൾ അൻവർ മുമ്പ് പ്രതിസന്ധിയിലാക്കിയിരുന്ന മുന്നണികളെല്ലാം ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇനി ആളുകളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാനുള്ള ഒരുക്കത്തിലാണ് ഈ മുന്നണികളെല്ലാം തന്നെ. അതിനായുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.